ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മഅബൂദു ബികുല്ലി മകാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മദ്കൂറു ബികുല്ലി ലിസാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان يا قديم الإحسان يا غفور يا غفار برحمتك يا أرحم الراحمين ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പേടിയോടുകൂടെ ദുആ ചെയ്യുന്ന ശീലം പഴയകാലത്ത് നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്കുണ്ടായിരുന്നു. അത് പഴയ ശീലമല്ല, അത് എല്ലാ കാലവും നിലനിൽക്കേണ്ട ശീലമാണ്. ഈമാനാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്രസ്, ഈമാനാണ് നമ്മുടെ ഏറ്റവും വലിയ മേൽവിലാസം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഈമാനിന്റെ കൂടെ തന്നെ യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരങ്ങളെ നമ്മൾ എണ്ണുമ്പോ അതിൽ രണ്ടാമത് വരേണ്ടത് അറിവാണ്, വിജ്ഞാനമാണ്. അത് മനസ്സിലാക്കാൻ സൂറത്തു തൗബയിലെ ഒരൊറ്റ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. എന്താ അല്ലാഹ് പറഞ്ഞത്? യുദ്ധത്തിനു വേണ്ടി ആളുകൾ ആവേശത്തോടുകൂടെ ഓടി വരുന്ന ഒരു കാലത്ത് പടച്ച തമ്പുരാൻ അവരോട് പറയുകയാണ്, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ. എല്ലാ മുഅ്മിനീങ്ങളും യുദ്ധത്തിനായി വരരുതേ. ഇന്ന് അത് പറയുമ്പോ അതത്ര വലിയ വിഷയമുള്ള കേസല്ല. കാരണം സായുധമായ സമരത്തിന്റെ ഒക്കെ കാലം കഴിഞ്ഞുപോയി, അല്ലേ? സായുധമായ സമരങ്ങളുടെ കാലം കഴിഞ്ഞുപോയി. ഇന്ന് അന്യമതസ്ഥരായ സഹോദര മതസ്ഥരായ സുഹൃത്തുക്കൾ ആരും തന്നെ നമുക്ക് ശത്രുക്കളായിട്ടില്ല. ആരാ മുസ്ലിമീങ്ങളുടെ ശത്രു? ഹിന്ദുക്കളാണോ? ഒരിക്കലുമല്ല. ക്രൈസ്തവരാണോ? ഒരിക്കലുമല്ല. ക്രൈസ്തവരോ ഹൈന്ദവരോ ഈ ലോകത്ത് ജീവിക്കുന്ന ഏതെങ്കിലും മതവിഭാഗങ്ങളോ ഒരിക്കലും ഇന്നത്തെ മുസൽമാന്റെ ശത്രുക്കളെ അല്ല. അവർ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. ഇന്നത്തെ കാലത്ത് ഇസ്ലാമിനുള്ള ഏക ശത്രു ഇസ്ലാം എന്തെന്നറിയാത്ത മുസ്ലിമീങ്ങൾ മാത്രമാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആധുനിക ലോകത്ത് മുസൽമാന്റെ ശത്രു ഹൈന്ദവരല്ല, ക്രൈസ്തവ സഹോദരങ്ങളല്ല, ജൂതന്മാരല്ല.